വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ 5A വരെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് കാണുക കേട്ടോ. പിന്നെ കൂടാതെ നമ്മുടെ കോപ്പറേറ്റീവ് ലോ നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ ചെയ്യുന്ന എല്ലാ PDF-ഉം അവിടെ ഫോൾഡർ വൈസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 5A വരെയാണ് പഠിച്ചിരുന്നത്. ബാക്കിയുള്ള പാർട്ട് 2 ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പാർട്ട് 2 ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. അതായത് ബാങ്കിങ് കമ്പനീസിൻ്റെ ബിസിനസ്സിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇനി വരുന്ന സെക്ഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5A പഠിച്ചു അല്ലേ. ആക്ട് ടു ഓവർ റൈഡ് മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് എക്സെട്ര, അതായിരുന്നു 5A. അപ്പോൾ ഇതിൽ നല്ലൊരു ക്വസ്റ്റ്യൻ, അതായത് ഇതിൽ നിന്ന് ഇത് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഈ രീതിക്കൊരു ചോദ്യം വന്നു. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലും ആക്ടിന് എതിരായിട്ട് അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിലോ ആക്ടിനെതിരായിട്ട് എന്തെങ്കിലും പാസ്സാക്കിയാൽ അത് അസാധുവാക്കാനുള്ള നിയമത്തിനെ കുറിച്ച് പറയുന്നത് ഈ സെക്ഷൻ 5A-യിലാണ് കേട്ടോ. ഓക്കെ, അസാധുവാക്കാൻ കഴിയും എന്ന് പ്രസ്താവിക്കുന്ന സെക്ഷനാണ് 5A എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. പക്ഷെ എന്നാലും ഈ ചോദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഈ ആക്റ്റിലുള്ള എന്തെങ്കിലും എന്ത് സംഭവങ്ങളും പ്രൊവിഷൻസും മെമ്മറാണ്ടത്തിലും ആർട്ടിക്കിളിലും ഒക്കെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് നമ്മൾ. ഓക്കെ, അപ്പോൾ മെമ്മറാണ്ടത്തിലാണെങ്കിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണെങ്കിലും ഇനി ബോർഡ് മീറ്റിങ്ങിലാണെങ്കിലും അവർക്ക്, അതായത് ആക്ടിനെതിരായിട്ട് എഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യേ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാസ്സാക്കി എന്നിട്ട് രജിസ്റ്റർ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, പാസ് ചെയ്തു, എന്തൊക്കെ ചെയ്താലും ഇത് ഓവർ റൈഡ് ചെയ്യാനുള്ള ഒരു അസാധുവാക്കാനുള്ള നിയമം ഇതിലുണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക 5-ൽ, അതായത് 5-ൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ ബാങ്കിങ് അമെൻമെൻറ്റ് പുതുത് വന്നല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ, 1-2 വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം കേട്ടോ. അത് നല്ല ക്വസ്റ്റ്യൻസ് വരാവുന്ന മേഖലയാണ്. അപ്പോൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പണ്ട് 5 ലക്ഷമായിരുന്നു. അപ്പോൾ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, ഇൻ റിലേഷൻ ടു എ കമ്പനി മീൻസ് ദ ഹോൾഡിംഗ് ഓഫ് എ ബെനഫിഷ്യൽ ഇൻട്രസ്റ്റ് ബൈ ആൻ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പൗസ് ആവാം, മൈനർ ചൈൽഡ് ആവും, വെദർ ഒന്നെങ്കിൽ സിംഗിളി അല്ലെങ്കിൽ ടേക്കൺ ടുഗദർ ഒരുമിച്ച് എടുക്കുന്നതാവാം, ഇൻ ദ ഷെയർസ് ദർ ഓഫ് ദ എമൗണ്ട് പെയ്ഡ് ഓൺ വിച്ച് എക്സീഡ്സ് ₹5 lakh ഓർ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിച്ച് എവർ ഈസ് ലെസ്. അതാണ് മാക്സിമം ഉള്ളൊരു ബാറ് പറഞ്ഞിരുന്നത്. അതായത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെച്ചമായ ഇൻട്രസ്റ്റ് അത്ര തന്നെയുള്ളൂ. അത് മാക്സിമം വിച്ച് വിൽ എക്സീഡ് ₹5 lakh അല്ലെങ്കിൽ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണോ കുറവ് അതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ പുതിയ അമെൻമെൻറ്റ് വന്നപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് റേസ് ചെയ്തിട്ടുണ്ട്. ത്രഷോൾഡ് 5 lakh നിന്നും 2 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറയാനാണ് ഞാനിങ്ങോട്ട് തിരിച്ചു വന്നത്. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇപ്പം 5 ലക്ഷത്തിൽ നിന്നും 2 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അമെൻമെൻറ്റ് ഇപ്പോൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിലത്തെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇന്നിപ്പം സെക്ഷൻ 6 തൊട്ടിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. സെക്ഷൻ 6 ആണെന്ന് നമ്മൾ പഠിക്കുന്നത്. സെക്ഷൻ 6 എന്താണ്? ഫോംസ് ഓഫ് ബിസിനസ് ഇൻ വിച്ച് ബാങ്കിങ് കമ്പനീസ് മേ എൻഗേജ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് കേട്ടോ സെക്ഷൻ 6. ഈ ഭാഗം പാർട്ട് 2 അല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖല തന്നെയാണ്. സെക്ഷൻ 6 എന്താ പറയുന്നത് വെച്ചാൽ, ഫോംസ് ഓഫ് ബിസിനസ് ഇൻ വിച്ച് ബാങ്കിങ് കമ്പനീസ് മേ എൻഗേജ്. അതായത് ബാങ്കിങ് കമ്പനീസിന് ഏർപ്പെടാൻ കഴിയുന്ന ബിസിനസ്സുകളെ കുറിച്ച് പറയുന്നതാണ് ഈ സെക്ഷൻ 6-ൽ. ബാങ്കിങ് കമ്പനീസിന് എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്യാം എന്നാണ് ഈ സെക്ഷൻ 6-ൽ പറയുന്നത് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നാക്കി വായിച്ച് നോക്കുക കേട്ടോ.
അത് മാത്രമേ ഇപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റണതുള്ളൂ. മനസ്സിലാക്കുക, കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ബോറോയിങ്, റേസിങ് ഓർ ടേക്കിംഗ് അപ്പ് മണി അതൊക്കെ ചെയ്യാം. അതുപോലെ ലെൻഡിങ് ചെയ്യാം, അഡ്വാൻസിങ് ഓഫ് മണി ഐദർ അപ്പോൺ വിത്തൗട്ട് സെക്യൂരിറ്റി, ഡ്രോയിങ്, മേക്കിംഗ്, ആക്സെപ്റ്റിംഗ്, ഡിസ്കൗണ്ടിങ്, ബൈയിങ്, സെല്ലിങ്, കളക്റ്റിംഗ് ആൻഡ് ഡീലിംഗ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതുപോലെ ഹുണ്ടീസ്, പ്രോമിസറി നോട്ടുകളാവാം, കൂപ്പണുകളാവാം, ഡ്രാഫ്റ്റുകളാവാം, ബിൽ ഓഫ് ലേഡിങ്, റെയിൽവേ റിസീപ്റ്റുകളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടത്, വാറണ്ടുകൾ, ഡിബഞ്ചറുകൾ, സർട്ടിഫിക്കറ്റിൽ, സ്ക്രിപ്പുകൾ, അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റും സെക്യൂരിറ്റിയും അത് ട്രാൻസ്ഫറബിൾ ചെയ്യാവുന്നതും അല്ലാത്തതും രണ്ടും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊടുക്കലും വാങ്ങലും ഇഷ്യൂ ചെയ്യലും ഇതെല്ലാം ബാങ്കിന് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഗ്രാൻറ്റിങ് ആൻഡ് ഇഷ്യൂയിങ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്, ട്രാവലേഴ്സ് ചെക്ക്, സർക്കുലർ നോട്ട്സ്, ബൈയിങ് ആൻഡ് സെല്ലിങ്, ഡീലിംഗ് ഇൻ ബുള്ളിയൻ ആൻഡ് സ്പൈസി, അത് വാങ്ങുന്ന കാര്യങ്ങൾ, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻക്ലൂഡിങ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളും ട്രാൻസാക്ഷൻസും നടക്കാം. ഫോറിൻ ബാങ്ക് നോട്ട്സ് വരെ അല്ലേ, അത് അക്വയർ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, കമ്മീഷൻ ഇഷ്യൂ ചെയ്യാം, അണ്ടർ റൈറ്റിംഗ് നടത്താം. അതുമായി ബന്ധപ്പെട്ടിട്ട് അണ്ടർ റൈറ്റിംഗ് ആൻഡ് ഡീലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റോക്ക്, ഫണ്ട്, ഷെയർ, ഡിബഞ്ചർ സ്റ്റോക്ക്, ബോണ്ട്, ഒബ്ലിഗേഷൻസ്, സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സേഫ് ഡെപ്പോസിറ്റ് വോൾട്സ് കൊടുക്കാം അല്ലേ, കളക്റ്റിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് മണി സെക്യൂരിറ്റീസ് കൊടുക്കാം. അതുപോലെ തന്നെ വിവിധതരം ബോണ്ടുകൾ വാങ്ങിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, വാല്യുബിൾസ് ഡെപ്പോസിറ്റ് ചെയ്യാം, സേഫ് കസ്റ്റഡിയിൽ വെക്കാം, ഇതൊക്കെ ചെയ്യാം. കൂടാതെ ഗവൺമെൻറ്റിൻ്റെയോ ലോക്കൽ അതോറിറ്റിയുടെയൊക്കെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോൺസ് കോൺട്രാക്ട് ബേസിസിൽ കൊടുക്കാം. എഫക്റ്റിംഗ്, ഇൻഷുറിങ്, അതുപോലെ തന്നെ ഗ്യാരണ്ടിയിങ്, അണ്ടർ റൈറ്റിംഗ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. ക്യാരിയിങ് ആൻഡ് ട്രാൻസാക്ടിങ് എവറി കൈൻഡ് ഓഫ് ഗ്യാരണ്ടി ആൻഡ് ഇൻഡെംനിറ്റി ബിസിനസ്, ഇൻഡെംനിറ്റിയിൽ ഇടപെടാം, ഗ്യാരണ്ടറായിട്ട് ഇടപെടാം, ഗ്യാരണ്ടി കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജിങ്, സെല്ലിങ് ആൻഡ് റിയലൈസിങ് എനി പ്രോപ്പർട്ടി വിച്ച് മേ കം ഇൻ ടു പൊസഷൻ ഓഫ് ദ കമ്പനി ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓർ പാർട്ട് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇനി ഇറ്റ്സ് ക്ലെയിംസ്, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അണ്ടർടേക്കിംഗ്, എക്സിക്യൂട്ടിംഗ് ട്രസ്റ്റി ആയിട്ട് വയ്ക്കാം ബാങ്കിനെ, അതിൻ്റെ എസ്റ്റേറ്റ് എക്സിക്യൂട്ടർ ആവാം, ട്രസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബാങ്കിന് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എനി അതർ ഫോം ഓഫ് ബിസിനസ് വിച്ച് ആർ സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒഫീഷ്യൽ ഗസറ്റ് പ്രകാരം ഏതെങ്കിലും ഫോം ഓഫ് ബിസിനസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം. ലോഫുൾ ആയിട്ടുള്ള ബാങ്കിങ് കമ്പനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം. അല്ലാത്ത നോ ബാങ്കിങ് കമ്പനി ഷോൾ എൻഗേജ് ഇൻ എനി ഫോം ഓഫ് ദ ഫോളോ, അതായത് ബിസിനസ്, ഈ ഒന്നിൽ പറഞ്ഞിട്ടല്ലാത്ത ഒരു ബിസിനസ്സും ആർക്ക് ചെയ്യാൻ പാടില്ല, ബാങ്കിങ് കമ്പനികൾക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 6 പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 6 ആ രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് ഇൻ വിച്ച് ബാങ്കിങ് കമ്പനീസ് മേ എൻഗേജ്, അതായത് ബാങ്കിങ് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റുന്ന പെർമിറ്റിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 6 പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 7 കിടക്കാം. അപ്പോൾ സെക്ഷൻ 6 രണ്ടാമത്തേൽ പറയുന്നത് എന്താണ്, ഒന്നാമത്തേൽ പറഞ്ഞതല്ലാത്ത വേറൊരു കാര്യത്തിലും ബാങ്കിങ് കമ്പനി എൻഗേജ് ചെയ്യാൻ പാടില്ല എന്നാണ് സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 7 കിടക്കാം. സെക്ഷൻ 7 പറഞ്ഞിട്ടുള്ളത് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞ വേർഡിനെ കുറിച്ചാണ്. യൂസ് ഓഫ് വേർഡ്സ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനി. അതായത് ബാങ്കിങ് കമ്പനി അല്ലാതെ, നോ കമ്പനി അതർ ദാൻ എ ബാങ്കിങ് കമ്പനി അല്ലാതെ ആരും തന്നെ ഈ വാക്ക്, ഏത് വാക്ക്, ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് ഇന്ന് ക്യാരി ചെയ്യാൻ പാടില്ല. ഓക്കെ, ബാങ്കിങ് ബിസിനസ് ഇന്ത്യയിൽ നടത്തുന്നതല്ലാത്ത ഒരു ആൾക്കാരും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, കാരണം ഇത് സിമ്പിളായിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല. ഈ വാക്ക് അവർ ചെയ്യുന്ന, അതായത് ശരിക്കും അങ്ങനെ ആവശ്യമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരും അല്ലേ, പണിഷ്മെൻറ്റൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു പേരിടാൻ പറ്റുന്ന പോലെ ഈ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന് പറഞ്ഞ ബാങ്കിങ് കമ്പനി എന്നുള്ള പേരൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നോ ഫേം, അതുപോലെ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിയിങ് ഓൺ എനി ബിസിനസ് യൂസ് ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് നെയിം ഓഫ് ദ വേർഡ് ബാങ്ക്, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനി അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത്
ബാങ്ക് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അത് ബാങ്കിങ് കമ്പനീസ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാങ്കിങ് കമ്പനീസുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ ബാങ്കിങ് കമ്പനിക്ക് സബ്സിഡിയറീസ് ഉണ്ടാവും. അത് ഇതിലിങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, എന്നാലും സബ്സിഡിയറിക്ക് വേണമെങ്കിൽ പേര് യൂസ് ചെയ്യാം കേട്ടോ. അത് കമ്പൽസറി അല്ല, വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഇവർ സബ്സിഡിയറി തുടങ്ങി, അപ്പം അവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ അസോസിയേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം, അവർക്കും അതെ, കമ്പൽസറി അല്ല, അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ സെക്ഷൻ 7 എന്താണ്? യൂസ് ഓഫ് വേർഡ്സ് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് ഓർ ബാങ്കിങ് കമ്പനി. സെക്ഷൻ 8 വന്നിട്ട് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിങ്. അപ്പോൾ നമ്മൾ ആദ്യം, അതായത് 6ൽ പറഞ്ഞു ഏതൊക്കെ ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുന്നത്, പെർമിറ്റിംഗ് ബിസിനസ് പറഞ്ഞു. ഇത് പ്രൊഹിബിഷനാണ്. ഏതൊക്കെ ബിസിനസ്സാണ് ചെയ്യാൻ പാടില്ലാത്തത് അതാണ് പറഞ്ഞത്, പ്രൊഹിബിഷൻ കേട്ടോ. അപ്പോൾ പ്രൊഹിബിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, എന്തൊക്കെ ബിസിനസ്സാണ് ബാങ്കിങ് കമ്പനി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോ ബാങ്കിങ് കമ്പനി ഷാൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഡീലിംഗ് ബൈയിങ് ഓർ ബാൾട്ടറിങ് ഗുഡ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ. അതായത് ബാൾട്ടറിങ് ഗുഡ്സ്, കൈമാറ്റ വ്യവസ്ഥയിൽ സാധനങ്ങളുമായി സേവനങ്ങളും കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പം സാധനങ്ങൾ ഡീൽ ചെയ്യാൻ പാടില്ല. ട്രേഡിങ് ബിസിനസ്സിൽ, അതാണ് സാധനങ്ങളും സേവനങ്ങളും വിൽക്കലും വാങ്ങലും എന്ന് പറഞ്ഞാൽ ട്രേഡിങ് ബിസിനസ്സാണല്ലോ, അത്തരത്തിലുള്ള ട്രേഡിംഗ് ബിസിനസ്സിൽ എൻഗേജ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളിതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പം അവരുടെ ഒരു സെക്യൂരിറ്റി, അവരുടെ ഒരു റിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ഹെൽഡ് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുന്നതെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിസീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ കളക്ഷനോ നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അവർ ഒരു തരത്തിലുള്ള ട്രേഡിംഗ് ബിസിനസ്സുകളിലും എന്ത് ചെയ്യാൻ പാടില്ല, പങ്കാളിയാവാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 8 പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 8 നന്നായി പഠിക്കുക. പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് ആണ്. നോ ബാങ്കിങ് കമ്പനി ഷാൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഡീലിംഗ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ ബാൾട്ടറിങ് ഗുഡ്സ്, ഓക്കെ, എക്സെപ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദെയർ റിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി ഗിവൺ ടു അല്ലെങ്കിൽ ഹെൽഡ് ഇറ്റ് തം. അവർ വെച്ചിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടല്ല, മറ്റ് സാധനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. മറ്റ് ട്രേഡിംഗ് ബിസിനസ് പ്രൊഹിബിറ്റഡ് ആണെന്നൊക്കെ. അപ്പോൾ നമുക്ക് സെക്ഷൻ 9ലേക്ക് പോവാം. അപ്പോൾ പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് അതാണ്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് വന്നിട്ട് സെക്ഷൻ 9. സെക്ഷൻ 9 ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് കമ്പനി 7 ചോദിച്ചിട്ടുള്ളതാണ്. പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിങ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് 6 കേട്ടോ. 6 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. 4 ഒരേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് തരും. ചിലപ്പോൾ ഓൾ ഓഫ് ദീസ് കൊടുക്കാം. 3 ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണെങ്കിൽ ഓൾ ഓഫ് ദീസ് കൊടുക്കാം. അല്ലെങ്കിൽ 4ാമത് ചെയ്യാൻ പറ്റാത്ത ട്രേഡിങ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്തതാണല്ലോ, അപ്പോൾ അങ്ങനെ. അല്ലെങ്കിൽ റോങ് വൺ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് അവിടെ നിന്ന് വരിക കേട്ടോ. അത് കഴിഞ്ഞ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിങ് നോർമൽ ടൈപ്പിലാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് 9ാമത്തെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. ഓക്കെ, സെക്ഷൻ 6 എന്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ, സെക്ഷൻ 6 കുറേ ബിസിനസ്സുകളെ ചെയ്യാവുന്ന, ബാങ്കിങ്ങിന് ചെയ്യാൻ പറ്റുന്ന കുറേ ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അസറ്റ്സുകളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നോ ബാങ്കിങ് കമ്പനി ഷോൾ ഹോൾഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അവർ കൈവശം, അവരുടെ ആവശ്യത്തിന് വേണ്ടി കൈവശം വെച്ചിരിക്കുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ 7 ഇയേഴ്സ് അക്വിസിഷൻ കഴിഞ്ഞ് 7 ഇയേഴ്സ് എക്സീഡ് ചെയ്ത് കയ്യിൽ വെക്കാൻ പാടില്ല കേട്ടോ. എനി പീരിയഡ് എക്സീഡിങ് 7 ഇയേഴ്സ് ഫ്രം ദ അക്വിസിഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. 7 വർഷമാണ് അവർക്കത് കൈവശം വെക്കാൻ ഉള്ള ഒരു സമയം പറഞ്ഞിട്ടുള്ളത്. 7 ഇയേഴ്സാണ് ഫ്രം ദ അക്വിസിഷൻ ദർ ഓഫ് ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. ആദ്യം തൊട്ടേ പറയുന്നതാണ് ഈ സംഭവം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് എത്ര കാലം വെക്കാം? 7 വർഷമാണ് വെക്കുക. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുതന്നെ റിസർവ് ബാങ്കിന് വേണമെങ്കിൽ വല്ല പർട്ടിക്കുലർ കേസിൽ എക്സ്റ്റെൻഡ് ദ അഫോർസെഡ് മുകളിൽ പറഞ്ഞിട്ടുള്ള പീരിയഡ് 7 ഇയേഴ്സ് ബൈ സച്ച് പീരിയഡ് നോട്ട് എക്സീഡിങ് 5 ഇയേഴ്സ്, 5 വർഷത്തിൽ കൂടാത്തൊരു കാലയളവിലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കാം. വേർ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സച്ച് എക്സ്റ്റൻഷൻ വുഡ് ബി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ദ ബാങ്കിങ് കമ്പനി. അവരുടെ ഇൻട്രസ്റ്റിനെ കൂടെ ഹനിക്കാത്ത രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട് എക്സീഡിങ് 5 ഇയേഴ്സ് കാലാവധിക്ക്
RBIക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എന്നൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. അപ്പോൾ സെക്ഷൻ 9 എന്താണ്? ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് ആണ്. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് 7 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ RBIക്ക് ഒരു 5 വർഷവും കൂടി എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 10 ആണ്. അപ്പോൾ 10മായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ, അപ്പോൾ 10നോട് കൂടി നമ്മൾ 10ൽ കുറച്ച് അധികം സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് സിമ്പിൾ പോയിൻറ്റുകളാണ് കേട്ടോ, ഒരുപാടൊന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെക്ഷൻ 10ലേക്ക് കടക്കാം. സെക്ഷൻ 10 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനേജിങ് ഏജൻറ്റ്സ് ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ സർട്ടൻ ഫോംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാനേജിങ് ഏജൻറ്റ്സ് ആരാണെന്ന് നമ്മൾ അറിയണം. മാനേജിങ് ഏജൻറ്റ്സ് ആവാൻ ചില ആൾക്കാരെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നതിൽ നിന്നും റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ സെക്ഷൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അതായത് ഇപ്പം മാനേജിങ് ഏജൻ്റായിട്ട് എംപ്ലോയ് ചെയ്യുന്നത്, മാനേജിങ് ഏജൻറ്റ് ഷോൾ എംപ്ലോയ് ഓർ കണ്ടിന്യൂ അവരെ തുടരാനും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് മാനേജിങ് ഏജൻ്റായിട്ട് എംപ്ലോയ് ചെയ്യാനോ എംപ്ലോയ് തുടരാനോ സമ്മതിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരെ പറയുന്നുണ്ട്. അതാരാന്ന് വെച്ചാൽ ഒന്ന് പറയുന്നത് അഡ്ജൂഡിക്കേറ്റ് ഇൻസോൾവെൻ്റ് കേട്ടോ. അതായത് ഇൻസോൾവെൻ്റ് ആയിട്ടില്ല, ആവും പക്ഷെ അല്ലേ. അതേപോലെ തന്നെ സസ്പെൻഡഡ് പേയ്മെൻറ്റ്, അങ്ങനെ സസ്പെൻഡഡ് പേയ്മെൻ്റ് ഉള്ള ആൾക്കാരേനും എന്ത് ചെയ്യാം, എടുക്കില്ല, എംപ്ലോയ്മെൻറ്റിൽ എടുക്കില്ല കേട്ടോ. അതുപോലെ തന്നെ അവർക്ക് കോമ്പൗണ്ടഡ് വിത്ത് ഹിസ് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാതെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരെയും എന്ത് ചെയ്യില്ല, എടുക്കില്ല. പിന്നെ ഉള്ളത് കൺവിക്റ്റഡ് ബൈ ക്രിമിനൽ കോർട്ട്, എന്തെങ്കിലും മോറൽ ടർപ്പിറ്റ്യൂഡോ വിഷയമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒഫൻസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണെങ്കിൽ അവരേനും എന്ത് ചെയ്യില്ല, ഈ മാനേജിങ് ഏജൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ എംപ്ലോയി ആയിട്ടോ എംപ്ലോയ്മെൻറ്റിൽ നോർമലുള്ള കണ്ടിന്യൂ ആവാൻ സമ്മതിക്കില്ല. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസോൾവെൻ്റ് ആവാം, അഡ്ജൂഡിക്കേറ്റഡ് എളുപ്പം ആവും അല്ലേ, അഡ്ജൂഡിക്കേറ്റഡ് ഇൻസോൾവെൻ്റ് ആവാം. അതുപോലെ തന്നെ എന്തെങ്കിലും പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സസ്പെൻഡഡ് പേയ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാവാം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാത്ത, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള വ്യക്തിയാവാം. അതുപോലെ ക്രിമിനൽ ഒഫൻസ് എന്തെങ്കിലും ഉള്ള ആളാണ്. അങ്ങനെയൊന്നുള്ള ആൾക്കാരെ ആരാക്കില്ല, മാനേജിങ് ഏജൻറ്റോ മറ്റ് തലങ്ങളിലേക്കോ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഷെയറായിട്ടോ പ്രോഫിറ്റായിട്ടോ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന ആളാണെങ്കിലും എടുക്കില്ല കേട്ടോ. അതാണ് പറയുന്നത്. റെമ്യൂണറേഷൻ ഓർ പാർട്ട് ഓഫ് ഹൂസ് റെമ്യൂണറേഷൻ ടേക്സ് ഇൻ ദ ഫോം ഓഫ് കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ ഷെയറായിട്ടോ പ്രോഫിറ്റിൽ നിന്നും ഒരു ഭാഗം പറ്റുന്ന ആൾക്കാർ അവരേനും ആരാവില്ല, മാനേജിങ് ഏജൻ്റായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാനേജിങ് ഏജൻറ്റ് ആരാന്ന് അറിയണമെങ്കിൽ മാനേജിങ് ഏജൻറ്റ് ഡെഫിനിഷൻ ഇതാണ്: സെക്രട്ടറീസ് ഓർ ആൻഡ് ട്രഷറീസ് മാനേജിങ് ഏജൻ്റ് ആണ് കേട്ടോ. വേർ ദ മാനേജിങ് ഏജൻറ്റ് ഈസ് എ കമ്പനി ആവാം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് സച്ച് കമ്പനി ആവാം, അല്ലെങ്കിൽ എനി മെമ്പർ ഹൂ ഹോൾഡ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ സച്ച് കമ്പനി, അവർ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് വഹിക്കുന്ന ഒരു മെമ്പർ ആവാം. വേർ ദ മാനേജിങ് ഏജൻറ്റ് ഈസ് എ ഫേം ആവാം, അല്ലെങ്കിൽ എനി പാർട്ട്ണർ ഓഫ് സച്ച് ഫേം ആവാം കേട്ടോ. ഏതെങ്കിലും പാർട്ട്ണർ ഓഫ് സച്ച് ഫേം ആവാം, അതാണ് കേട്ടോ. ആ ഫേമിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്ണറെയും ഈ മാനേജിങ് ഏജൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇവിടെ പാർട്ട്ണർ ഷെയർ നമ്മൾ പറഞ്ഞില്ലേ, ഹൂസ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഹൂസ് റെമ്യൂണറേഷൻ ടേക്സ് ഇൻ ദ ഫോം ഓഫ് കമ്മീഷൻ രൂപത്തിൽ നമ്മൾ ആ കമ്മീഷൻ കൈപ്പറ്റുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരെ മാനേജിങ് ഏജൻ്റ് ആക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ പാർട്ട്ണർ അല്ല കേട്ടോ, പാർട്ട്ണറെ അല്ല ഇവിടെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. പാർട്ട്ണർക്ക് മാനേജിങ് ഏജൻ്റ് ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫേം ആവാം, ഇനി പാർട്ട്ണർ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഫേമിൻ്റെ പാർട്ട്ണറാവാം. ഓക്കെ, അപ്പോൾ അത്രയാണ്, അങ്ങനത്തെ ആൾക്കാർക്കാണ് പ്രൊഹിബിഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് 10A പഠിക്കാം. 10Aയിൽ കുറച്ചധികം സബ് ക്ലോസുകൾ വരുന്നുണ്ട് കേട്ടോ. 10A എന്താണെന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു ഇൻക്ലൂഡ് പേഴ്സൺസ് വിത്ത് പ്രൊഫഷണൽ ഓർ അതർ എക്സ്പീരിയൻസ്. ബോർഡ് ഓഫ് പേഴ്സൺസിൽ പ്രൊഫഷണൽ മറ്റ് എക്സ്പീരിയൻസും ഉള്ള വ്യക്തികൾ ഉണ്ടായിരിക്കണം.
അവരുടെ പെർസെൻറ്റേജ് പറയുന്നുണ്ട് കേട്ടോ. പെർസെൻറ്റേജ് അതായത് 51%, നോട്ട് ലെസ് ദാൻ 51%. 51% കുറയാത്ത രീതിയിൽ ആര് വേണം, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ വേണം എന്നാണ് പറഞ്ഞത്. കുറച്ച് പ്രാപ്തിയും കഴിവുള്ള ആൾക്കാർ, അതായത് അറിവുള്ളവർ വേണം എന്നാണ്. അപ്പം നോട്ട് ലെസ് ദാൻ 51% ആണെന്ത്, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ബാങ്കിങ് കമ്പനിയിൽ ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആൾക്കാരാണ് വേണ്ടത്, പ്രൊഫഷണൽ ആൻഡ് അതർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നോട്ട് ലെസ് ദാൻ 51% ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എക്കണോമി, അതുപോലെ ബാങ്കിങ്, കോർപ്പറേഷൻ എക്കണോമിക്സ്, ഫിനാൻഷ്യൽ ലോയും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, എനി അതർ നോളജ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, റിസർവ് ബാങ്ക് യൂസ്ഫുൾ ആയ കമ്പനിക്ക്, ബാങ്കിങ് കമ്പനിക്ക് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും. ഓക്കെ, അങ്ങനെ കേട്ടോ. ഇനി സ്പെഷ്യൽ, അതായത് 2 വ്യക്തികൾക്ക്, നോട്ട് ലെസ് ദാൻ 2ൽ കുറയാത്ത വ്യക്തികൾക്ക് സ്പെഷ്യൽ നോളജ് വേണം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. ഇത് കൂടാതെ കേട്ടോ അഗ്രികൾച്ചറിലും റൂറൽ എക്കണോമിയിലും കോർപ്പറേഷനിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലും കൂടെ ആവാം ഡയറക്ടേഴ്സിന് കേട്ടോ. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നോട്ട് ലെസ് ദാൻ 51% ശ്രദ്ധിക്കുക. ഇത് 10A സബ്സെക്ഷൻ 2ലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 10A സബ്സെക്ഷൻ 2ലാണ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ഇത്രയും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് വേണം എന്നുള്ളത്. ഇനി അടുത്തത് 2A എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാട്ടോ. 2A എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നോ ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി അതർ ദാൻ ഇറ്റ്സ് ചെയർമാനോ വോൾ ടൈം ഡയറക്ടറോ അല്ലാത്ത അവരുടെ പീരിയഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്യേണ്ടത് എത്ര കാലമാണ്, ഫോർ എ പീരിയഡ് എക്സീഡിങ് 8 years ആണ് കേട്ടോ. 8 വർഷം ആണ് പറയണത്. ഫോർ എ പീരിയഡ് എക്സീഡിങ് 8 years ആണ് പറയുന്നത്. ഓക്കെ, ഫോർ എ പീരിയഡ് ഓഫ് എക്സീഡിങ് 8 years ആണ് ആരുടെ കാലാവധി പറയുന്നത്, ഡയറക്ടറുടെ കാലാവധിയാണ് കേട്ടോ. ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി, ചെയർമാൻ അല്ല, വോൾ ടൈം ഡയറക്ടറും അല്ല. അവർ 2 പേരുടെയും കാര്യമല്ല പറയുന്നത്, ചെയർമാൻ്റെ കാര്യമല്ല, വോൾ ടൈം ഡയറക്ടറുടെ കാര്യമല്ല പറയുന്നത്, വെറും ഡയറക്ടറുടെ കാര്യം. ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനിക്കാണ് അവരുടെ ഇത് പറയുന്നത് 8 വർഷം കേട്ടോ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിന് കൂട്ടിയിട്ടുണ്ട് അല്ലേ. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ടെന്യൂറ് 10 വർഷം ആക്കിയിട്ടുണ്ട് പുതിയ അമെൻമെൻറ്റ് പ്രകാരം കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് നോർമൽ ഡയറക്ടറുടെ കാലാവധിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് പറഞ്ഞു. പിന്നെ അടുത്തത് 2ൽ പറഞ്ഞിട്ടുണ്ട്, എ ചെയർമാൻ ഓർ അതർ വോൾ ടൈം ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി ഹു ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ഓഫീസ് ആസ് സച്ച് ചെയർമാൻ, അല്ലെങ്കിൽ വോൾ ടൈം ഡയറക്ടറായിട്ട് അവരെ നീക്കം ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ നീക്കം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് അവർക്ക് റീ അപ്പോയിൻമെൻറ്റ് നടക്കണമെങ്കിൽ എത്ര വർഷം കഴിയണം എന്നറിയോ, 4 വർഷം കഴിയണം എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. എ ചെയർമാൻ ഓർ അതർ വോൾ ടൈം ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി ഹു ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ഓഫീസ് ആസ് സച്ച്, ചെയർമാനോ അല്ലെങ്കിൽ വോൾ ടൈം ഡയറക്ടറിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ, ആസ് ദ കേസ് മേ ബി, അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷോൾ ഓൾസോ സീസ് ടു ബി, അവരെ ഡയറക്ടറായിട്ടുള്ളതും സീസാവും, കട്ടാവും. ബാങ്കിങ് കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ളതും കട്ടാവും. ആൻഡ് ഷാൾ നോട്ട് ബി എലിജിബിൾ ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ പോലും ആവാൻ പറ്റില്ല അവർക്ക്. എത്ര നാൾ കഴിയണം, ഇലക്ഷൻ വഴിയോ കോപ്റ്റ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ അതിൻ്റെ കാലാവധി 4 years കഴിയണം. ഈ ചെയർമാനായിട്ട് സീസ് ചെയ്തതിൻ്റെ 4 years കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോൾ ടൈം ഡയറക്ടറോ അല്ലെങ്കിൽ ഈവൻ ഒരു ഡയറക്ടർ പോലും ആവാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്. അതിവിടെ ഈ 2A തന്നെ 2ാമത്തെ ക്ലോസിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഇമ്പോർട്ടൻ്റ് ആയ ക്ലോസ് മാത്രമേ ഉള്ളൂ. ഇത് വായിക്കുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ. കടൽ പോലെ കിടക്കുന്ന സാധനമാണ്. നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3ാമത്തെ പോയിന്റ് പറയുന്നത്, ഇത്തരത്തിൽ ബോർഡ് പിരിച്ചുവിട്ടാലും അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, RBIക്ക് ഉണ്ട് കേട്ടോ. അതായത് റിക്വയർമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണ്, ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടാൽ, RBIക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സച്ച് കമ്പനി ഷാൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആരാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, RBI ആണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ സബ്സെക്ഷൻ 3 കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് സെക്ഷൻ 10B ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. സെക്ഷൻ 10B. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ്, 10A ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 10A നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പ്രൊഫഷണൽ ഓർ അതർ എക്സ്പീരിയൻസ് വേണം, നോട്ട് ലെസ് ദാൻ 51% അല്ലേ, അത്രയും ആൾക്കാർക്ക്.
അത്രയും ആൾക്കാർക്ക് ടോട്ടൽ നമ്പറിൻ്റെ 51% അല്ലേ, 51% കുറയാത്ത ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും വേണം. പക്ഷേ വർക്ക് എക്സ്പീരിയൻസ് 2 പേർക്കാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്ടേഴ്സിന്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 10A2Aയിൽ പറഞ്ഞിട്ടുള്ളത് 8 വർഷമാണ് ഡയറക്ടറുടെ കാലാവധി പറഞ്ഞിട്ടുള്ളത്. ചെയർമാനായിട്ടോ വോൾ ടൈം ഡയറക്ടറായിട്ടോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഡയറക്ടർ ആവാനും ആരാവാനും 4 വർഷം കഴിയണം, 4 ഇയേഴ്സ് കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റിമൂവ് ചെയ്ത ഒരു ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? RBIക്ക് മാത്രമാണുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 10B ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്ലോസുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെക്ഷൻ 10B ആണ് ഇനി നോക്കുന്നത്. ബാങ്കിങ് കമ്പനി ടു ബി മാനേജ്ഡ് ബൈ വോൾ ടൈം ചെയർമാൻ. ബാങ്കിങ് കമ്പനിയുടെ വോൾ ടൈം ചെയർമാനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. വോൾ ടൈം ചെയർമാനാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ. എവറി ബാങ്കിങ് കമ്പനി, അതായത് 1994 അമെൻമെൻറ്റിൻ്റെ ശേഷം പറയുന്നതാണ്, ഷോൾ ഹാവ് വൺ ഓഫ് ഇറ്റ്സ് ഡയറക്ടേഴ്സ് അല്ലേ, ഹൂ മേ ബി അപ്പോയിൻറ്റഡ് ഓൺ എ വോൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം ബേസിസിലായിട്ടുള്ള ഒരു വോൾ ടൈം ആളേനെ തീരുമാനിക്കും ഡയറക്ടേഴ്സിൽ നിന്നും. ആസ് ചെയർമാൻ ഓഫ് ഹിസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് വേർ ഹീ ഈസ് അപ്പോയിൻറ്റഡ് ഓൺ എ വോൾ ടൈം ബേസിസ് ആവാം. ആസ് ചെയർമാൻ ഓഫ് ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹീ ഷാൾ ബി എൻട്രസ്റ്റഡ് വിത്ത് ദ മാനേജ്മെൻറ്റ്. അവരുടെ വോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഓഫ് ദ ബാങ്കിങ് കമ്പനി എൻട്രസ്റ്റ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ആരാണ്? ഈ ഒരു വോൾ ടൈം ഡയറക്ടറാണ് കേട്ടോ, അല്ലെങ്കിൽ വോൾ ടൈം ചെയർമാൻ ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ വോൾ ടൈം ചെയർമാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ 10Bയിൽ പിന്നെ പറയുന്നത്. ഓക്കെ, 2ൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ടെന്യൂറാണ് നോട്ട് എക്സീഡിങ് 5 ഇയേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. വോൾ ടൈം ചെയർമാൻ്റെ കാര്യം പറയുന്നത്, എവറി ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹു ഈസ് അപ്പോയിൻറ്റഡ് ഓൺ എ വോൾ ടൈം ബേസിസിൽ ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ എവറി മാനേജിങ് ഡയറക്ടർ എന്നും വിളിക്കാം, അല്ലെങ്കിൽ വോൾ ടൈം ചെയർമാൻ എന്നും വിളിക്കാം കേട്ടോ. അങ്ങനെ പറയുന്ന ഹോൾഡ് ഓഫീസ് ചെയ്യുന്ന കാലാവധിയാണ് നോട്ട് എക്സീഡിങ് 5 ഇയേഴ്സ് കേട്ടോ. നോട്ട് എക്സീഡിങ് 5 വർഷത്തിൽ കുറയാത്ത കാലാവധിയാണ് പറയുന്നത്. ആസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ ഫിക്സ് ബട്ട് ഷോൾ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ സെക്ഷൻ ബി എലിജിബിൾ ഫോർ റീ എലക്ഷൻ അല്ലെങ്കിൽ റീ അപ്പോയിൻമെൻ്റ് ഒക്കെ നടത്തോട്ടോ. ഓക്കെ, അവർക്ക് അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 10Bയിൽ 4 പറഞ്ഞത് അവരുടെ ക്വാളിഫിക്കേഷനാണ്. ഈ വോൾ ടൈം ചെയർമാൻ്റെ ക്വാളിഫിക്കേഷനാണ് പറയുന്നത് 10B4ൽ. എവറി ചെയർമാൻ ഹു ഈസ് അപ്പോയിൻറ്റഡ് ഓൺ എ വോൾ ടൈം ബേസിസിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ, എവറി മാനേജിംഗ് ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 1A ഷോൾ ബി പേഴ്സൺ ഹു ഹാസ് എ സ്പെഷ്യൽ നോളജ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം ഒരു ബാങ്കിങ് കമ്പനിയിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സിഡിയറി ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അവർക്ക് വർക്കിംഗ് നോളജ് വേണം. ഫിനാൻഷ്യലി അതുപോലെ എക്കണോമിക് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അറിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ, അറിയണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അവരുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു 10B4 ആണ് പറഞ്ഞു. ഇത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ. ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് ഡിസ്ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. ഒരേ സെക്ഷനിൽ തന്നെയാണ് 10B4 തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അടുത്തത് ഡിസ്ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. വോൾ ടൈം ചെയർമാൻ്റെ എന്താണ് ആവാൻ പാടാത്തതെന്ന് കേട്ടോ. ഈസ് ഡയറക്ടർ ഓഫ് എനി കമ്പനി അതർ ദാൻ എ കമ്പനി റെഫേർഡ് ഇൻ ദ പ്രൊവിസോ. അതായത് മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പാടില്ല. ഈസ് എ പാർട്ട്ണർ ഓഫ് എനി ഫേം. ഒരു ട്രേഡിംഗ് ബിസിനസ്സോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോ ഒക്കെ നടത്തുന്ന ഒരു കമ്പനി ഫേമിൽ പാർട്ട്ണർ ആവാൻ പാടില്ല. ആര്? വോൾ ടൈം ചെയർമാൻ കേട്ടോ, അല്ലെങ്കിൽ വോൾ ടൈം ഡയറക്ടർ. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എനി അതർ കമ്പനിയിൽ നിന്നും ഇതുപോലെ മെച്ചപ്പെട്ട ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ല. ഈസ് എ ഡയറക്ടർ, മാനേജർ, മാനേജിങ് ഏജൻറ്റ് ആവാൻ പാടില്ല. പാർട്ട്ണർ, പ്രൊപ്രൈറ്റർ ഓഫ് എനി ട്രേഡിംഗ് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ കൺസേണിൻ്റെ ഡയറക്ടറോ മാനേജറോ മാനേജിങ് ഏജൻറ്റോ പാർട്ട്ണറോ പ്രൊപ്രൈറ്ററോ സ്വന്തമായി തുടങ്ങാൻ കൂടി പാടില്ല. അതുപോലെ മറ്റു വല്ല ബിസിനസ്സിലോ എൻഗേജ് ചെയ്യാൻ പാടില്ല. ഈ ഒരു കാലയളവിൽ അയാൾ വോൾ ടൈം ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനായിട്ട് പറയുന്നത് 10B5 എ ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ഓൺ എ വോൾ ടൈം ബേസിസ് ഓർ ഓഫ് എ ബാങ്കിങ് കമ്പനി. ഇനിയിപ്പം ആൾക്ക് റെസിഗ്നേഷൻ നടത്തണമെന്ന് വിചാരിക്കാം. അങ്ങനെ റിസൈൻ ചെയ്യുമ്പം ആർക്കാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഓക്കെ, അങ്ങനെ റിസൈൻ ചെയ്യുമ്പം ഓഫ് എ ബാങ്കിങ് കമ്പനി അദ്ദേഹത്തിന് സ്വന്തം കൈപ്പടയിൽ ബൈ റൈറ്റിംഗ് എഴുതിയിട്ട്
അഡ്രസ്ഡ് ടു ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് റിസൈൻ ഹിസ് ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് രാജിവെക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രാജി കത്ത് കൊടുക്കേണ്ടത് സ്വന്തം കൈപ്പടയിൽ എഴുതി ബാങ്കിങ് കമ്പനിക്ക് മുൻപാകെ അഡ്രസ്സ് ചെയ്തിട്ടാണ് വെക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ 10C പറയുന്നത് 10Bയിൽ 5 ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 10C പറയുന്നുണ്ട്. 10C പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അതായത് ചെയർമാൻ ആൻഡ് സർട്ടൻ ഡയറക്ടേഴ്സ് നോട്ട് ടു ബി റിക്വയർഡ് ടു ഹോൾഡ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അതായത് ഈ ബാങ്കിങ് കമ്പനീൻ്റെ ഈ ഒരു അതായത് ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണെങ്കിൽ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഷെയർ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. നോർമലി ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്താണ്? ക്വാളിഫിക്കേഷൻ ഷെയർസ് ആർ ദ ഷെയർസ് ഓഫ് ദാറ്റ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി മസ്റ്റ് ഹോൾഡ് ആസ് എ ക്വാളിഫിക്കേഷൻ ടു ആക്ട് ആസ് ഡയറക്ടേഴ്സ്. അതായത് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ജോയിൻ ചെയ്യുമ്പം അവർ നിർബന്ധമായിട്ടും ഹോൾഡ് ചെയ്യേണ്ട ഷെയർസാണ് എന്ത് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇതാണ്, ഒബ്ലിഗേഷനാണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ക്വാളിഫിക്കേഷൻ ഷെയർസ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ ഡാഷ് ഓഫ് ദ കമ്പനി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഷെയർസ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി എന്നാണ് ഉത്തരം നൽകേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ ഈ RBI ആണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിയമിച്ചിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് RBI ആണ് നിയമിച്ചിട്ടുള്ളെങ്കിൽ അവർക്ക് എന്തു വേണ്ടെന്നാണ് പറയുന്നത്? അവർക്ക് ക്വാളിഫിക്കേഷൻ ഷെയർസ് വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. വോൾ ടൈം ബേസിസിൽ ആണ് 10C അതാ പറയുന്നത്. ചെയർമാൻ ആൻഡ് സർട്ടൻ ഡയറക്ടേഴ്സ് നോട്ട് ടു ബി റിക്വയർഡ് ടു ഹോൾഡ് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹു ഈസ് അപ്പോയിൻറ്റഡ് ഓൺ എ വോൾ ടൈം ബേസിസ് ആണെങ്കിൽ ഓഫ് എ ബാങ്കിങ് കമ്പനി ആൻഡ് എ ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി RBI 10A പ്രകാരം RBI അപ്പോയിൻറ്റ് ചെയ്തതാണെങ്കിൽ ആൾക്ക് എന്ത് വേണ്ട? ക്വാളിഫിക്കേഷൻ ഷെയർസ് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. RBI അപ്പോയിൻറ്റ് ചെയ്താൽ വേണ്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കയ്യിൽ വെക്കണം കേട്ടോ ക്വാളിഫിക്കേഷൻ ഷെയർ. അതാണ് ഈ 10Cയിൽ പറയുന്നത്. അപ്പം എന്താണ് ക്വാളിഫിക്കേഷൻ ഷെയർ എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം 10BB ആണ്, സെക്ഷൻ 10BB. അത് നമ്മുടെ RBIയുടെ പവർ തന്നെയാണ്. അപ്പോൾ RBI നമ്മൾ പറഞ്ഞല്ലോ, RBIക്ക് പവർ ഓഫ് റിസർവ് ബാങ്ക് ടു അപ്പോയിൻറ്റ് ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ഓൺ എ വോൾ ടൈം ബേസിസ് ഓർ എ മാനേജിങ് ഡയറക്ടർ ഓഫ് എ ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞു. അതായത് ഇപ്പം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത്തരത്തിൽ RBI അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ചെയർമാനോ ബോർഡ് ഓഫ് മാനേജിങ് ഡയറക്ടറോ ആണെങ്കിൽ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഷെയർസ് ഹോൾഡ് ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുടെ കാലാവധി നോട്ട് എക്സീഡിങ് 3 years ആണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻ്റ് എന്നും പറയുന്നുണ്ട്. സോ ആ ചെറിയ 2 പോയിൻറ്റുകളും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്താണെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ ഷെയർസ് ആർ ദ ഷെയർസ് ദാറ്റ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി മസ്റ്റ് ഹോൾഡ് ആസ് ക്വാളിഫിക്കേഷൻ ടു ആക്ട് ആസ് ഡയറക്ടേഴ്സ്. ദസ് ഈ ക്വാളിഫിക്കേഷൻ ഷെയർസ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ഡാഷ് ഓഫ് ദ കമ്പനി എന്ന് ചോദിച്ചാൽ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. അപ്പോൾ അത് 10BBയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. റിസർവ് ബാങ്കിന് ഇത്തരത്തിലുള്ള വോൾ ടൈം ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്തരത്തിലുള്ള അവർക്ക് 3 years ആണ് കാലാവധി. മറ്റവർക്ക് നമ്മൾ 5 വർഷമാണ് പറഞ്ഞത്, അല്ല 5 വർഷത്തിൽ കുറയാത്ത കാലയളവാണ് പറഞ്ഞത്. ഇവിടെ 3 years ആണ് പറയുന്നത്. സബ്ജക്റ്റ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ഓൾസോ ദേ ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് എന്നൊരു പോയിൻറ്റും കൂടി പറയുന്നുണ്ട്. അപ്പം 10BBയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. 11 തൊട്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം പ്രൊവിഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡീപ്പായിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഉപകാരപ്പെട്ട വീഡിയോ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ കൂടാതെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്